സേഫ്റ്റി ബിഹേവിയേഴ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സേഫ്റ്റി ബിഹേവിയേഴ്സിനെ കുറിച്ചാണ്. ആൻസൈറ്റിയിൽ നമ്മൾക്കൊരു പ്രശ്നം ഉണ്ടാവാതെ, ആൻസൈറ്റി വന്നാൽ നമ്മൾക്കൊരു പ്രശ്നം ഉണ്ടാവാതെ നമ്മളെ തന്നെ സേഫ് ആക്കാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ബിഹേവിയർ ചെയ്യും. ആ ബിഹേവിയറിനാണ് സേഫ്റ്റി ബിഹേവിയർ എന്ന് പറയും. ആൻസൈറ്റിയിൽ കൂടുതലും ആൾക്കാർ ചെയ്യുന്ന ഒരു സേഫ്റ്റി ബിഹേവിയർ എന്ന് പറയുന്നത് അവോയ്ഡൻസ് ആണ്. അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ ആൻസൈറ്റി ഉണ്ടാവാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസിനെ ഞാനങ്ങ് അവോയ്ഡ് ചെയ്യുക. ആ സിറ്റുവേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. പലരും സോഷ്യൽ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യും, ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാൻ ശ്രമിക്കും. കൂട്ടുകാർ ഒരുമിച്ച് പോകുന്ന സമയത്ത് അവർ വരുന്നില്ല, ഞാൻ വീട്ടിലിരുന്നോളാം എന്ന് പറഞ്ഞ് ഇരിക്കും. അങ്ങനെയുള്ള അവർക്ക് ആൻസൈറ്റി ഉണ്ടാകാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസ് മനസ്സിലാക്കി അവർ ആ സിറ്റുവേഷൻസിനെ അങ്ങ് അവോയ്ഡ് ചെയ്യും. അതിനെയാണ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ ചെയ്യുന്നൊരു സേഫ്റ്റി ബിഹേവിയർ ആണ് പ്രൊട്ടക്റ്റീവ് ബിഹേവിയർ എന്ന് പറയും. അത് ആൻസൈറ്റി ഉണ്ടാവുന്നതിന് മുമ്പേ, ആൻസൈറ്റി ഉണ്ടാവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ നേരത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് പ്രൊട്ടക്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ചില ആൾക്കാർ എപ്പോഴും വെള്ളം കയ്യിൽ കൊണ്ടു നടക്കും. ആൻസൈറ്റി ഉണ്ടായാൽ വെള്ളം കുടിച്ചാൽ, അന്നേരം ഡ്രൈ മൗത്ത് ഉണ്ടായാൽ ഉടനെ വെള്ളം കുടിക്കാം. അന്നേരം അങ്ങനെയുള്ള അസ്വസ്ഥതകൾ എനിക്ക് വെള്ളം കയ്യിലുണ്ടെങ്കിൽ എനിക്കൊരു സേഫ്റ്റി ഫീല് കിട്ടും. അതുകൊണ്ട് അങ്ങനെ കൊണ്ടു നടക്കുന്ന ആൾക്കാർ. അവോയ്ഡൻസും പ്രൊട്ടക്റ്റീവ് ബിഹേവിയറും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ഉദാഹരണം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഒരാൾക്ക് സിനിമ തിയേറ്ററിൽ പോകാൻ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് അയാൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമ തിയേറ്ററിൽ പോയി സിനിമ കാണാറേ ഇല്ല. അയാൾ ആ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. മറ്റൊരാൾക്ക് ഇതേ പേടിയുള്ള ആൾ, പക്ഷേ അയാൾ സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ എക്സിറ്റിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റ് ബുക്ക് ചെയ്തിട്ട് സിനിമ കാണാൻ പോകും. ആ സീറ്റ് കിട്ടിയാൽ മാത്രമേ അയാൾ പോകത്തുള്ളൂ. അന്നേരം അയാളെ തന്നെ സേഫ് ആക്കിയിട്ടാണ് ആ സിറ്റുവേഷനിലേക്ക് പോകുന്നത്. അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ എക്സിറ്റ് വഴി പുറത്തേക്ക് പോവാം എന്നുള്ളൊരു സേഫ്റ്റി അയാൾക്ക് ഫീലുണ്ട്. അങ്ങനെ അതിനെ നേരിടും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതുപോലെ ആൻസൈറ്റി ഫ്യൂവലിംഗ്, അതിൽ ലോങ് ടൈം റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യപ്പെടുന്ന 2 ബിഹേവിയറുകളാണ് ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും സേഫ്റ്റി ബിഹേവിയേഴ്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് അതിനെ മാറ്റി ആ ബിഹേവിയേഴ്സിൽ ചേഞ്ചസ് കൊണ്ടുവരുന്ന പ്രോസസ്സും കാര്യങ്ങളും CBTയിലൂടെ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ആൻസൈറ്റീനെ കംപ്ലീറ്റ്ലി ഓവർകം ചെയ്യാൻ പറ്റും.